ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ പത്മമാതാജി. സത്സംഗത്തിലേക്ക് സുസ്വാഗതം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയാണ്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 7 കഴിഞ്ഞ ദിവസം എടുത്തത്. അപ്പൊ നമ്മള് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സർവ്വ അവതാരങ്ങളുടെ സ്രോതസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ മുതലുള്ള കാര്യങ്ങള്, ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, കാരണജലത്തിൽ വന്നു പറഞ്ഞിരുന്ന ആ മഹാവിഷ്ണുവിൽ നിന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായതും, ഗർഭോദശക വിഷ്ണു ഉണ്ടായതും, പിന്നെ ക്ഷീരോദശകായ വിഷ്ണു ഉണ്ടായതും എല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം ബ്രഹ്മദേവനിൽ നിന്ന് വരുന്ന ആ ഒരു അവതാരങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് 4 കുമാരന്മാരാണ്. അവര് സനൽകുമാര ഋഷികൾ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അങ്ങനെ 4 അവര് 5 വയസ്സ് വരെ പ്രായം, അത് 5 വയസ്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങള് അതിന്റെ തോന്നിവാസം പോകുന്ന കാരണം അവർക്ക് ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക്, അവര് ബ്രഹ്മവാദികളായിരുന്നു, ബ്രഹ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യല്ല എന്ന് പറഞ്ഞിട്ട് അവര് തപസ്സിന് പോയി. അപ്പൊ ബ്രഹ്മദേവന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കഥ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രഹ്മദേവന്റെ കോപത്തിൽ നിന്ന് രുദ്രൻ ഉണ്ടായതും ഒക്കെ നമ്മൾ ഏകാദശ രുദ്രന്മാരുണ്ടായതും ഇങ്ങനെ മുന്നോട്ട് പോകെ നമ്മൾ പഠിക്കും അത്. അപ്പൊ അങ്ങനെ അവര് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചു എന്ന് നമ്മൾ കണ്ടു അല്ലെ. അവര് അങ്ങനെ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും എല്ലാം തന്നെ അവര് ബ്രാഹ്മണ്യം അനുഷ്ഠിച്ചു. അപ്പം അതായത് ഭഗവാനെ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ ചെറുപ്പം മുതലേ തന്നെ തുടങ്ങണം അല്ലെ. അത് കഴിയുമ്പോൾ തൊട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ബ്രഹ്മചര്യമൊക്കെ 10 ആശ്രമങ്ങളിലെ 4 ആശ്രമങ്ങൾ പറയുമ്പോൾ 10-25 വയസ്സ് വരെയൊക്കെയാണ് പറയുന്നത് അല്ലെ, വിവാഹത്തിന് മുൻപ് വരെയുള്ള ആ സമയം അല്ലെ. പക്ഷെ ഇവര് ഒക്കെ മനസ്സിലായി 5 വയസ്സിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രിയങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആകുമെന്ന് മനസ്സിലായി. ഇവര് ബ്രഹ്മചര്യ വ്രതം എടുത്ത് തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി. നിത്യകുമാരന്മാരായിരിക്കുമെന്ന് അവര് തീരുമാനിച്ചു. ഇനി അടുത്ത ശ്ലോകം 7. അടുത്ത രണ്ടാമത്തെ അവതാരം ആരായിരുന്നു? അപ്പൊ ആദ്യത്തെ അവതാരം സനൽകുമാര ഋഷികൾ അല്ലെ. രണ്ടാമത്തെ അവതാരം ആരാണെന്ന് നമുക്ക് കാണാൻ പോവാണ്. ശ്ലോകം 7. ദ്വിതീയം തു ഭവായാസ്യ രസാതല ഗതാം മഹീം ഉദ്ധരിഷ്യന്നു പാദത്തെ യജ്ഞേശ സൗകര്യം വപു. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകര്യം വപൂ. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകര്യം വപൂ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഓം നമോ ഭഗവതേ ദേവായ. ശ്ലോക 7. ദ്വിതീയം തു പവായാസ്യ രസാതലഗതാം മഹീം ഉത്തരീഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകര്യം ബഭൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ദ്വിതീയം തു ഭവായാസ രസാതലം ഗതാം മഹീം ഉത്തരീഷ്യന്നുപാദത്തെ സൗകര്യം ബഭൂ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ ഉദരഷ്യന്നുപാദത്തെ
യജ്ഞേശ സൗകരമ ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ദ്വിതീയം രണ്ടാമത്തെ. ടു എന്നാൽ ഭാവായ ക്ഷേമത്തിനായി അസ്യ ഈ ഭൂമിയിൽ രസതല നിമ്നതലങ്ങളിൽ അല്ലെങ്കിൽ രസാതലം ഗതീം പോയി മഹീം ഭൂമി ഉദ്ദിരിഷ്യൻ ഉയർത്തുന്നു. ഉപാദത്ത സ്ഥാപിച്ചു യജ്ഞേശ നിയന്ത്രകൻ അഥവാ പരമ ഉപഭോക്താവ്. സൗകര്യം പന്നിയെ പോലുള്ള അല്ലെങ്കിൽ വരാഹ. വപു അവതാരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവായ ഭഗവാൻ വരാഹ അവതാരം അല്ലെങ്കിൽ രണ്ടാമത്തെ അവതാരം സ്വീകരിച്ച് ഭൂമി മോക്ഷാർത്ഥം ഭൂമി ക്ഷേമാർത്ഥം ഭൂമിയെ പ്രപഞ്ചത്തിന്റെ അധോലോക അല്ലെങ്കിൽ രസാതലത്തിൽ നിന്നും ഉയർത്തി. അപ്പം സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവായ ഭഗവാൻ വരാഹ അവതാരം അല്ലെങ്കിൽ രണ്ടാമത്തെ അവതാരം സ്വീകരിച്ച് ഭൂമി ക്ഷേമാർത്ഥം ഭൂമിയെ പ്രപഞ്ചത്തിന്റെ അധോലോക അല്ലെങ്കിൽ രസാതലത്തിൽ നിന്നും ഉയർത്തി. അപ്പൊ നമ്മൾ ഏതാണ് ദശാവതാരം? നമ്മൾ പലതവണ ഇതാണ് അവതാരങ്ങൾ ഈ ഓർഡറിലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെ. മത്സ്യം, കൂർമ്മ, വരാഹൻ, നരസിംഹം, വാമനൻ എന്ന് പറഞ്ഞുള്ള ഓർഡർ നമ്മളെല്ലാം കേട്ടത് എങ്ങനെയാണ് പഠിച്ചത്? ജയദേവ കവികളുടെ ദശാവതാര സ്രോതതി പ്രളയജല പയോധിതി എന്ന് പറഞ്ഞുള്ള ഇതില്ലേ അഷ്ടപതി, അതിലാണ് ഭാരത മുഴുവനുള്ള ക്ഷേത്രങ്ങളിൽ അത് ഈ പറയുന്ന ഈ ഒരു അഷ്ടപതി അല്ലെങ്കിൽ സോപാന സംഗീതം പാടുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്താണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭഗവാന്റെ 10 അവതാരങ്ങളാണ് അദ്ദേഹം ദശാവതാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏകദേശം 24 അവതാരത്തോളം ഭാഗവത്തിൽ പറയുന്നുണ്ട് എങ്കിലും ഭഗവാൻ അസംഖ്യ അവതാരങ്ങളാണ്. നമ്മൾ കടൽ തീരത്തെ മണൽത്തരി എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളും അസംഖ്യങ്ങളാണ്. നമുക്ക് അതിലൊരു 3-4 അവതാരങ്ങൾ പോലും കാണാതെ ഓർത്തിരിക്കാനായിട്ട് ഇപ്പൊ ജ്ഞാനാംബിക മാതാജി ഞാൻ നാളെ ചോദിച്ചു കഴിഞ്ഞാൽ മാതാജിക്ക് ചിലപക്ഷെ ഒരു ഓർമ്മ പോകും. ഞാൻ അചിന്ത്യ ഭേദഭേദത്തെ ഒരു 10,000 തവണ പറഞ്ഞാണ് മാതാജി അത് മറന്നുപോയി. മാതാജി മ്യൂട്ടിലാണ്. സാറേ ഇല്ല, എനിക്ക് മനസ്സിലായ മാതാജി എന്താ പറയുന്നത്. അതല്ല അറിവുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ പോയി കാരണേ പറഞ്ഞതാണ്. പ്രഭുവിനോട് ചോദിച്ചാലേ പറഞ്ഞു തരത്തുള്ളൂ. ഞാനേ എന്തോ ഒരു സംശയം നമ്മുടെ അടിയന്തര പ്രഭു കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ചോദിച്ചു എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രഭു എനിക്ക് മറന്നു പോണതുകൊണ്ട് അത് വായിക്കണം, 3-4 മറന്നു പോകണമെങ്കിൽ വഴക്ക് പറഞ്ഞു. ഞാൻ പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് ആ ഓർഡറിലല്ല, അവിടെ മത്സ്യം, കൂർമ്മം, വരാഹം മൂന്നാമത്തെയാണ് ആ പറയുന്ന ഓർഡർ ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ അവതാരമാണ് വരാഹ അവതാരം എന്ന് ഭാഗവതം പറയുന്നു അല്ലെ. ഇപ്പൊ സർവയജ്ഞങ്ങളുടെയും ഭോക്താവ്, ഇത് നമ്മൾ എവിടെയാണ് കണ്ടത്? അങ്ങനെ ഒരു ശ്ലോകം, സർവയജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാനാണെന്ന്. അതും എംപോസിഷൻ അർഹമായ ചോദ്യമാണ്. ഇതില് പിന്നെ ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകമാണ്? എത്രാമത്തെയാണ് ആ ശ്ലോകം? എങ്ങനെ തുടങ്ങുന്നത്? ഇനി പറഞ്ഞു തന്ന ഈ യൂട്യൂബിൽ ആരെങ്കിലും കാണുന്നുണ്ട് അവര് എന്നെ തൊഴിക്കും. സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതേ. ശാന്തി മന്ത്രം എന്ന് പറയുന്നു ഭഗവത്ഗീത. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവായ ഭഗവാൻ. അപ്പൊ നമ്മൾ കണ്ടു. പിന്നെ യജ്ഞാത്ത കർമ്മണ്യേ കാന്ത എന്ന് പറഞ്ഞ 3-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമുണ്ട്. യജ്ഞങ്ങളെല്ലാം ആർക്ക് വേണ്ടിയിട്ട് അർപ്പിക്കണം? പരമദിവ്യോത്തമ പുരുഷനെ വിഷ്ണുവിന് വേണ്ടിയിട്ട് അർപ്പിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ള അതെല്ലാം തന്നെ അതെന്താണ് അതിന്റെ കർമ്മഫലം കിട്ടുമെന്നുള്ള രീതിയിൽ പറയുന്ന 3-ാം അധ്യായത്തിലെ കർമ്മ യോഗത്തിൽ ഒരു ശ്ലോകമുണ്ട്. യജ്ഞാത്ത കർമ്മണി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അപ്പൊ രണ്ടാമത്തെ അവതാരം അല്ലെങ്കിൽ വരാഹ അവതാരം, ആ വരാഹ അവതാരം തന്നെ 2 ഉണ്ട് അല്ലെ. രക്തവരാഹവും ശ്വേതവരാഹവും. അത് പിന്നീട് നമുക്ക് പതിയെ മനസ്സിലാകും അല്ലെ. രക്തവരാഹവും ശ്വേതവരാഹവും ഉണ്ട്. വെളുത്ത കളറുള്ള വരാഹവും ഉണ്ട്,
അത് ബ്രഹ്മാവിന്റെ 2 ആ കൽപ്പങ്ങളിലായിട്ടാണ് ആ അവതാരം ഉണ്ടായത്. ആഹ് രക്താവതാരം അതിൽ ഏതാണെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. ഒന്ന് ഞാൻ ഹിരണ്യ കേട്ടിട്ടില്ല ഭൂമിയെ പ്രഭു. ഭൂമിയെ എനിക്ക് ഉദ്ധരിക്കാൻ അറിയില്ല. വേണ്ടിയിട്ട് മാത്രം ഒരു പ്രാവശ്യം ഹിരണ്യ കശുപിനെ വധിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ 2 പ്രാവശ്യം ഈ അവതാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ പറ്റി പരീക്ഷത്ത് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി പറയുന്ന രീതിയിൽ നമുക്കത് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പോൾ ഭാഗവതത്തിന്റെ ക്ലാസ് കേട്ടിരുന്നപ്പോൾ ഞാൻ കേട്ടതാണ്, ഹിയറിങ്ങേ ഉള്ളൂ. അല്ലാതെ ഞാനത് ഇപ്പൊ അത് ഒരു ബുക്കിലൊന്നും എഴുതിയിട്ടില്ലാത്ത കാരണം എനിക്ക് അതിപ്പോ പറയാനായിട്ട് നിവൃത്തിയില്ല. അപ്പൊ 2 തരത്തിലുള്ള വരാഹാവതാരം തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക തൽക്കാലം ഇപ്പോൾ. അപ്പം ഭൂമി എങ്ങോട്ടേക്കാണ് പതിച്ചത്? പാതാളത്തിലോട്ട്. രസാതല അത് പാതാളത്തിലേക്കല്ല. ഭൂമിയെ കൊണ്ട് പോയി ഇദ്ദേഹം എവിടെയാ ഒളിച്ചിരുന്നത്? ഈ ഹിരണ്യ രസാതല ഹിരണ്യാക്ഷൻ രസാതലത്തിൽ രസാ- രസാതലത്തിൽ രസാതലത്തിൽ ഉം. രസാതലത്തിലല്ലേ പ്രഭു? അധോലോക രസാതലത്തിൽ നിന്നും ഉയർത്തി. ഭൂമിയെ പ്രപഞ്ചത്തിന്റെ അധോലോക രസാതലത്തിൽ നിന്ന് ഉയർത്തി. പക്ഷെ നമ്മള് വേറൊരു സ്ഥലമായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണോന്ന് ഉള്ള നോളജ് എനിക്കില്ല. അതീന്ദ്രിയ ജ്ഞാനം ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള അത്രയും അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഭൂമിയെ ഗർഭസമുദ്രത്തിൽ താഴ്ത്തി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ പറയുമ്പം രസാതലത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. രസാതലവും ഗർഭസമുദ്രവും ഒരു സ്ഥലത്താണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതായത് രസാതലം എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? അത്തലം, വിത്തലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം. അപ്പം ഈ ഗർഭസമുദ്രത്തിൽ കിടക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്നാണല്ലോ ഈ താമരത്തണ്ട് പോകുന്നത്. ഈ താമരത്തണ്ടിലാണ് ഈ 14 ലോകങ്ങളും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 14 ലോകങ്ങളിലെ ഈ ഭൂമി ഇരിക്കുന്ന എവിടെയാണ്? ഭൂർലോകമാണ് അല്ലെ? ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഭൂർലോകം ഈ നടുക്കുള്ള സ്ഥലമാണ് അല്ലെ? അത് കഴിഞ്ഞ പിന്നെ അതല്ലം, വിത്തല്ലം, അങ്ങനെ ഇവിടെ വരുമ്പോ സമുദ്രം അത്രയും ഉയർന്നിട്ടുണ്ടാവോ, ഈ രസാതലം വരെ ഈ സമുദ്രം ഉയർന്നിട്ടുണ്ടാവോ എന്ന് അറിയാനായിട്ടുള്ള നോളേജ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം 2 ശരിയായിരിക്കും, നമുക്കറിയില്ല. ഈ ഈ പറയുന്ന 3 ലോകങ്ങള് ഇത് വെള്ളത്തിന്റെ അടിയിലാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് രസാതലത്തിൽ നിന്ന് ഉയർത്തി. അദ്ദേഹത്തിന്റെ തേറ്റമേൽ ഉയർത്തി. ആരെ? ഭൂമി ദേവിയെ. അപ്പോൾ ഒരാള് അന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം, ഒരാള് ജസ്റ്റ് ഒന്ന് പാണിഗ്രഹണം ചെയ്താലോ അല്ലെങ്കിൽ ഒരു പുടവ് കൈമാറിയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആരാണ്? അവര് പിന്നെ ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും അല്ലെ? താലി കെട്ടണമെന്നൊന്നും ഇല്ല. താലി കെട്ടൽ ചടങ്ങൊക്കെ പിന്നീടാണ് വന്നത് അല്ലെ? മംഗല്യസൂത്രമൊക്കെ വന്നത്. അതിനു മുൻപ് എന്തായിരുന്നു? പുടവ. മാതാജിക്കൊക്കെ താലി കെട്ടിയിട്ടുണ്ടോ? ഈ ഈ- എനിക്ക് തലയിൽ കെട്ടിയില്ലേ? ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ അന്നൊന്നും മുൻപേ ഉള്ള അന്നൊക്കെ ഒരു ഇല്ല സാറേ പ്രഭു. അതിന് പിന്നെ മുൻപേ ഉള്ള ഒരു തലമുറ, മാതാജിയുടെ അമ്മയുടെ അച്ഛന്റെയും കാലം മുമ്പേ എടുക്കുവാണെങ്കിൽ പറഞ്ഞാല് നമ്മുടെ അമ്മമ്മ അമ്മമ്മ അല്ല, അമ്മയുടെ കാലത്തും കല്യാണോ? അമ്മയുടെ കാലത്തും അതെ. കല്യാണോ? അതിന് മുകളിലുള്ളവര്. അമ്മ ഉണ്ടായിരുന്ന ഇപ്പൊ 100 വയസ്സ് കണ്ടേ. പണ്ടത്തെ ഈ ആ എന്നത് 100 വർഷത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടെന്നേ. നമ്പൂതിരിമാരെ ഇങ്ങനെ പുടവ കൊടുത്ത് ഓരോ ശൂദ്ര സ്ത്രീകളെയൊക്കെ അല്ലല്ല, കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പുടവ കൊടുത്ത്. നായർ സ്ത്രീകളെ. പിന്നെ ഉം. എന്തിനാ അവരുടെ നമ്പൂതിരിമാര് രാത്രിയാകുമ്പോ ഒരു മുണ്ടും മേടിച്ചോണ്ട് വന്ന് കൊടുക്കുമ്പോ ഭാര്യയായി. ഭാര്യയായി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മക്കളൊക്കെ ഉണ്ട്. അതെ, സംബന്ധം, അവിടെ ഒരുപാടുണ്ടെന്ന് ഇവിടെ സംബന്ധം ശൂദ്രന്മാര്. കൂടാനായിട്ട് പോകും. ഒരു നാ- പുടവ മേടിച്ചോണ്ട് പോയി പുടവ കൊടുത്ത ആ, അങ്ങനെ ഭാര്യ. അപ്പൊ അതൊരു അവർക്ക് ചടങ്ങാണല്ലേ? അപ്പൊ അവരൊക്കെ ഇവിടെ എന്താണ്? പാണിഗ്രഹണം നടത്തി, ഉയർത്തിയല്ലേ? ഭൂമിയെ ഉയർത്തി ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ തേറ്റ കൊണ്ട് ഈ വരാഹം എന്ത് ചെയ്തത്? ഈ ഹിരണ്യാക്ഷനെ വധിച്ചത് അല്ലെ? അതിഘോരമായ യുദ്ധം നടത്തി. ഭഗവാൻ ഒരൊറ്റ കുത്തിന് ഇവനെ മറിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവനെ യുദ്ധം ചെയ്യാനായിട്ട് അനുവദിച്ചു. ഭഗവാൻ അത് കണ്ടു. കാര്യം ഇതാരാണ്? വേറെ ആരും തന്നെയല്ല, ഭഗവാന്റെ അവിടുത്തെ സേവകനാണ്, ദ്വാരപാലകനാണ് അല്ലെ? ജയനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മാക്സിമം എന്ത് ചെയ്തു? ഭഗവാനുമായിട്ട് ഈ മാത്സര്യ ബുദ്ധിയിൽ കൂടെ 3 ജന്മം എടുത്തിട്ട് ഭഗവാനെ വിദ്വേഷിച്ച് തിരിച്ചു വരാനായിട്ടുള്ള ശാപമോക്ഷമാണ് കൊടുത്തത് അല്ലെ? ഭഗവാനെ വെറുത്തിട്ട് അല്ലെ? വിരോധ ഭക്തിയിൽ കൂടെ, അല്ലെങ്കിൽ ഒരുപാട് അനേക സംവത്സരങ്ങൾ നീടും. അല്ലാതെ ഈ തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചു വരുവാണ്. ഇതിന്റെയൊക്കെ ഒരുപാട് വർഷങ്ങൾ കൂടുന്നത് കൊണ്ട് ഇവര് സ്വീകരിച്ച ജയവിജയന്മാര് സ്വീകരിച്ച ശാപം എന്താ? ഭഗവാനെ വെറുത്തിട്ടുള്ള ഭക്തി. വെറും 3 ജന്മം കൊണ്ട്
തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ നല്ല രീതിയിലൊക്കെ യുദ്ധമൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഭൂമിയെ ഉയർത്തിയത് കൊണ്ട് ഗർഭസമുദ്രത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത അപ്പുറത്തേക്ക് വെച്ചു വളരെ നിഷ്പ്രയാസം അല്ലേ. നമ്മൾ ഈ ഭൂമിയിലെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടക്കാനായിട്ട് ഇപ്പൊ ആർക്കും മേല, കാലിന് വേദന കാര്യങ്ങൾ അത്രയും. ഇപ്പൊ നമുക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറയാൻ നടക്കത്തില്ല, അത്രയും വലിപ്പമായിട്ട് തോന്നല്ലേ ഈ ഭൂമി. എന്നാ വലുതാന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. ഒരു സ്ഥലത്തേക്ക് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഇറങ്ങി, അവിടെ ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ ഇതൊരു 2-3 കിലോമീറ്റർ നടന്ന പോലെ തോന്നുന്നല്ലോ നമ്മൾ പറയും അല്ലേ. സ്ഥിരം പോകുന്ന സ്ഥലമാണെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ ഒരു 500 മീറ്ററും 1 കിലോമീറ്റർ ഒക്കെ നമ്മൾ നടക്കും, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്താണെങ്കിൽ. അല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് കുറച്ച് നടക്കേണ്ടി വന്നെങ്കിൽ എന്തൊരു ദൂരാണല്ലോ, ഇത് എത്തുന്നില്ലല്ലോ, നടന്നിട്ടില്ല, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും അല്ലെ. അത്രയ്ക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയും നമ്മുടെ മനസ്സിന്റെ വ്യാപ്തി വളരെ കുറവാണ്. അപ്പോൾ ഈ ഭൂമി എന്തുമാത്രം വലിയതാണ് ഈ ഭൂമി അല്ലെ. അപ്പൊ ഈ ഭൂമിയെ എടുത്തുകൊണ്ട് പോയ അസുരൻ എന്തുമാത്രം ശക്തിമാനാണെന്ന് നമ്മളൊന്ന് വിചാരിക്കാമല്ലോ അല്ലെ. ഈ ഭൂമിയെ നിഷ്പ്രയാസം എടുത്തിട്ട് രസാതലത്തിലേക്ക് കൊണ്ടേ താഴ്ത്തിയ ആ അസുരൻ എത്ര വലിയ അസുരനാണ്. അപ്പൊ ഈ അസുരന്മാരും ഇത്രയും പ്രപഞ്ചങ്ങളും ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഭഗവാൻ എത്രമാത്രം വലുതാണെന്ന് നോക്കി. അതാണ് നമ്മള് ഒരു മഹാസമുദ്രത്തിൽ കയറി നമ്മള് എത്ര വലിയ പമ്പ് ഇട്ടിട്ട് വറ്റിച്ചു കഴിഞ്ഞാലോ, എത്ര ബക്കറ്റ് വെള്ളം കോരി എടുത്തു കഴിഞ്ഞാലോ ആ മഹാസമുദ്രത്തിന് എന്തെങ്കിലും പറ്റുമോ, അതിലെ വെള്ളത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? നമ്മൾ ഭയങ്കര വലിയ ഹോഴ്സ് പവർ ഉള്ള പമ്പ് അവിടെ വെച്ചിട്ട് അങ്ങ് കണ്ടിന്യൂസ് അവിടുത്തെ വെള്ളം വറ്റിക്കാന്ന് നോക്കൂ. എത്ര ദിവസം വറ്റിച്ചു കഴിഞ്ഞാലും അതിലെ വെള്ളത്തിന് ഒരു മില്ലി പോലും താഴില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യനെ നോക്കി ഒരു പട്ടി കുരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സൂര്യൻ പേടിച്ച് ഏതെങ്കിലും കുന്നിന്റെ താഴ്വരയിൽ ഒളിച്ചിരിക്കുവോ? ഇല്ല എന്ന് പറയുന്ന പോലെ അത്ര ബൃഹത്താണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മൾ ഈ ഭാഗവതത്തിൽ കൂടെ വളരെ നമ്മള് ലഘുവായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഭഗവാന്റെ അതീന്ദ്രിയത്വം ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. അപ്പൊ ആ ഭഗവാനെ പറ്റിയാണ് നമ്മൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ പറ്റി ഒരു 100 കുറ്റം പറയുക എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ കയറിയില്ലെന്നോ സത്സംഗത്തിൽ കയറിയില്ലെന്നോ അല്ലെങ്കിൽ നമ്മള് ഭഗവാനെ പറ്റി മോശം പറഞ്ഞു വെച്ചാൽ ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സൂര്യനെ നോക്കി ഒരു പട്ടി കുരയ്ക്കുമ്പോ സൂര്യൻ എങ്ങനെയാണ് ഈ പട്ടിയെ കൺസിഡർ ചെയ്യുന്നത്, എവിടെ കാണുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ നോക്കി 10 ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇത് ശ്രദ്ധിക്കത്തേയില്ല. ഭഗവാൻ ഒരു വിരോധമില്ല. മറ്റു ദേവീദേവന്മാരെ ആണെങ്കിൽ അവര് നമുക്കിട്ട് പണി തരും. മറ്റു ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കത്തേയില്ല. അതൊന്നും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചോ ഒന്ന് ജപിച്ചോ ഇല്ലയോ, ഭഗവാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല. പക്ഷെ ഭഗവാൻ ഇൻവോൾവ് ആകുന്ന ഒരു ഘട്ടം വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ പഠിച്ച ആ ഒരു ശ്ലോകം, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം. എപ്പം ഭഗവാന്റെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ, നമ്മളൊരു ഭക്തരെ ദ്രോഹിക്കുക, പ്യുവർ വൈഷ്ണവനായിട്ടുള്ള ഒരാളെ ദ്രോഹിക്കുക, അവർക്കൊരു മനോവിഷമം വരിക, അവർക്കെതിരെ നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും അത്യാചാരം ചെയ്യുക, ആ സമയങ്ങളിൽ ഭഗവാൻ ഇടപെടുകയും ചെയ്യും. ഭഗവാന്റെ കോപം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും ഉപരിയായിരിക്കും. ഭഗവാന്റെ ഒരു ശുദ്ധഭക്തനായിരിക്കണം. നമ്മളെ പോലെയുള്ള ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രമുള്ള ഭക്തിയുള്ള ഭക്തൻ, എന്നെ പോലെ നിങ്ങളെ പോലെയല്ല. അപ്പൊ ഇങ്ങനത്തെ ഭക്തരെ അല്ല, ശരിക്കും പ്യുവർ ആയിട്ടുള്ള വൈഷ്ണവരായിട്ടുള്ള ഭക്തരെ എന്തെങ്കിലും അവർക്ക് വിഷമം വരികയോ മാനസിക വിഷമം അനുഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ വെറുതെ ഇരിക്കില്ല. അല്ലാത്ത സമയത്ത് ഭഗവാൻ നമ്മൾ ഒരു ദിവസം വിളക്ക് കത്തിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ വിളക്കേ കത്തിക്കുന്നില്ല, ഭാഗവതം വായിച്ചില്ല, നോക്കിയില്ല, ചാന്റ് ചെയ്തില്ല, കുളിച്ചില്ല, ഭഗവാൻ ഇതൊന്നും പ്രശ്നമില്ല. കോടിക്കണക്കിന് ജീവാത്മാക്കളുള്ളല്ലേ, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇത്രയും ബ്രഹ്മാണ്ടങ്ങളിലും ഇത്രയും ബൃഹത്തായ ആ ഒരു അതീന്ദ്രിയ ഭാവത്തിലുള്ള ഭഗവാനെ ഇത് വല്ലതും ബാധകമാണോ? നമ്മളെ സംബന്ധിച്ച്, ഭഗവാനെ സംബന്ധിച്ച് ഈ ഒരു അണുവിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ് നമ്മൾ ഒരു വ്യക്തി അല്ലെ. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ജീവിച്ചിരുന്നാൽ എന്താ, മരിച്ചാൽ എന്താ, അവൻ പ്രാർത്ഥിച്ചാൽ എന്താ, അവൻ കൃഷ്ണാഭവത്തിൽ വന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഭഗവാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇതേ ഭഗവാനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയായിട്ടുള്ള ഇത്രയും ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഭഗവാനെ പക്ഷെ നമ്മൾക്ക് ഒരു വടിയുടെ
തുമ്പത്ത് കൊണ്ടുവരാൻ സാധിക്കും, ഒരു കയറേല് കെട്ടിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഈ ഭഗവാനെ, ഇത്രയും ബൃഹത്തായ, ഇത്രയും വലിയ അതീന്ദ്രിയ സ്വരൂപമുള്ള ഈ ഭഗവാനെ എന്താണ് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വടിയുടെ തുമ്പത്ത് ആ ഭഗവാൻ പേടിക്കും, ഭഗവാൻ പേടിച്ച് ഒളിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വെണ്ണ വന്ന് ഭഗവാൻ കട്ടെടുക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഇതേ ഭഗവാൻ ചെയ്യുന്നു. അതെപ്പോഴാണ് നമ്മൾ ആ ഭാവത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞെങ്കിൽ ഭഗവാൻ ആ രീതിയിൽ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇത്രയും ബൃഹത്തായ ഭഗവാൻ ഈ രീതിയിൽ നമ്മളുടെ കൂടെ വരുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ. അല്ലെങ്കിൽ ഭഗവാൻ എന്താണ്? നമ്മുടെ കർമ്മഫലം അനുഭവിക്കുക, നമ്മൾ ഇവിടുന്ന് പോകുക. നമ്മൾ ഈ ഒരു വ്യക്തി ഇവിടെ ജീവിച്ചോ മരിച്ചോ, ഹി ഡോണ്ട് കെയർ, അല്ലെ? നമ്മൾ ഇവിടെ ജീവിച്ചു, നമ്മൾ അന്നം കഴിച്ചു, നമ്മൾ എന്താണ് അത് ചെയ്തു, ഇത് ചെയ്തു, എന്താണ് അതെല്ലാം ഭൗതിക പ്രകൃതിയാണ്. ആ കർമ്മങ്ങളൊക്കെ അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെ? ഭൗതിക പ്രകൃതി, ഭൗതിക പ്രകൃതിയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. എന്താണ് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു അണ്ണ് ഇവിടെ വ്യത്യാസമില്ല, അല്ലെ? നമ്മൾ ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തു, ഇതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളൊക്കെ തരുന്ന ഭൗതിക പ്രകൃതി. ഭഗവാൻ ഇതില് ഇൻവോൾവ് ചെയ്യുന്നേ ഇതില്ല. പക്ഷെ ഭഗവാനെ നമ്മൾ ഭാവഭക്തിയിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ നമ്മൾ വാത്സല്യരസമോ മാധുര്യരസമോ അല്ലെങ്കിൽ ഭയഭക്തിയോ പ്രേമവോ അങ്ങനത്തെ ഏതെങ്കിലും ഇതിലേക്ക് സാഖ്യരസത്തിലോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ആ ഭാവത്തിൽ നമ്മളോട് തിരിച്ച് പെരുമാറും, അല്ലേ? ശബരി മാതാവിന്റെ എന്നോട് ഞാൻ സോറി, എന്നോട് ചോദിച്ചാ ഞാനത് വല്ലാതെ എന്നോട് ചോദിച്ചത് പ്രഭു എന്നാന്നറിയോ ചോദ്യം ചോദിച്ചത്? പലവട്ടം പറഞ്ഞു തന്നെ മറന്നുപോയി. ഇത് ഏത് ഗുണത്തിലുള്ളവരാണേലും സ്വാത്വിക ഗുണത്തിലോട്ട് മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കുറെ നേരം പുറത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സ് ശുദ്ധമായി ശുദ്ധ സ്വാത്വിക ഗുണത്തില്. അപ്പൊ പറയുമ്പോ നമ്മൾ ഡിവോഷണൽ കപ്പലായി. സർവീസ് ചെയ്യാൻ മാതാജി. ഒറ്റ വാക്കിൽ ഉത്തരാണ് അതിന്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചാൻഡിങ്, ഭക്തിയുത സേവനം ബുക്ക് ചെയ്യണം. റീഡിങ്, ഡിവോഷണൽ സർവീസ്. ചാൻഡിങ്, ഭക്തിയുത ബുക്ക് സേവനം റീഡിങ്. അതിന് ഒറ്റ വാക്കി പറയാനാണ്, ഭക്തിയുത സേവനം ചെയ്യുക. അപ്പൊ ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധ ഇതിലോട്ട് വരും. പക്ഷെ അത് പറയാൻ വിട്ടുപോയി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഇത് നാമസങ്കീർത്തനം എന്ന് പറഞ്ഞു. വഴക്ക് പറഞ്ഞു. പുള്ളി പറഞ്ഞ അത് 2-3 വട്ടം അത് അന്നേരം ഓർത്തിരിക്കുമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലേ? ഒറ്റ വാക്കിൽ ഉത്തരാണെങ്കിൽ ഡിവോഷണൽ സർവീസ്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ് ABCD അസോസിയേഷൻ, ബുക്ക് റീഡിങ്, ചാൻഡിങ്, ഡയറ്റ്, കൃഷ്ണപ്രസാദം. ഓക്കെ, അപ്പൊ അങ്ങനെ പരമദിവ്യോത്തം പുരുഷന്റെ ഓരോ അവതാരവും നിർവഹിച്ച ശേഷവും കർമ്മവും വിശദീകരിക്കുന്നു എന്ന സൂചനയാണിത്. സവിശേഷമായ കർമ്മമില്ലാതെ യാതൊരു അവതാരവും ഇല്ല. ഭഗവത് ലീലകൾ സദാ അസാധാരണവും സർവാതിശയവുമായിരിക്കും. ഏതൊരു ജീവസത്തയ്ക്കും നിർവഹിക്കാൻ അസാധ്യമായവയാണത്. അശുദ്ധ വിഷയങ്ങളുടെ അതിശക്ത തലങ്ങളിൽ നിന്നും പൃഥ്വിയെ വീണ്ടെടുക്കാൻ പരമദിവ്യോത്ത പുരുഷന് അവതാരം എടുക്കേണ്ടി വന്നു. അശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും എടുക്കാൻ വരാഹത്തിന് കഴിയുന്നു. സർവശക്തനായ പരമദിവ്യോത്തം പുരുഷൻ ഈ അത്ഭുതത്തെ അത്തരം അശുദ്ധ സ്ഥലത്ത് ഭൂമിയെ ഒളിപ്പിച്ച് അസുരർക്ക് കാട്ടിക്കൊടുത്തു. പരമദിവ്യോത്തം പുരുഷന് അസാധ്യമായിട്ടൊന്നുമില്ല. വരാഹമായി അദ്ദേഹം അവതരിച്ചുവെങ്കിൽ സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തെ ഭക്തർ ആരാധിക്കുന്നു. നമ്മൾ വരാഹം എന്ന് പറയുന്ന ആ ഒരു ജീവിയെ നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്, അല്ലെ? അപ്പൊ ഏത് ജീവജാലങ്ങളിൽ ഭഗവാൻ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ കുടികൊള്ളുന്നു, സർവ്വ ജീവജാലങ്ങളിലും ഭഗവാൻ തന്നെ വസിക്കുന്നു എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു പന്നിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര വെറുപ്പോടെയാണ് കാണുന്നത്, അല്ലെ? അപ്പൊ അതിനുള്ളിൽ ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ ഇത്രയും മോശമായിട്ടുള്ള ഒരു ജീവിയുടെ അവതാരം എടുത്തു. ആ വരാഹ രൂപത്തിൽ തന്നെ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു. ആ വരാഹ രൂപത്തിൽ തന്നെ നമ്മൾ ഭഗവാൻ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ഒരു ജീവജാലങ്ങളും എന്താണ്? ഒന്നും മോശമല്ല. ഭഗവാന്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ മോശമല്ല. എല്ലാം ഓരോ കാരണം. പ്രഭു അവിടുത്തെ ഒരു അമ്പലത്തിന്റെ കാര്യമല്ലേ പറഞ്ഞ വരാഹമ്പലം. പണ്ടെന്നാളൊന്ന് പറഞ്ഞു തന്നില്ലേ? വരാഹമൂർത്തിയുടെ അമ്പലം, വരാഹ ഭൂമിദേവി ക്ഷേത്രം. ഭൂമിദേവി വരാഹ സമേതനായിട്ടിരിക്കുന്ന ക്ഷേത്രം. അങ്ങനെ വരാഹദേവൻ എന്ത് ചെയ്തു? ഭൂമിദേവിയെ സ്വീകരിച്ചു, ഭാര്യയായിട്ട് സ്വീകരിച്ചു ഭഗവാൻ, അല്ലെ? അങ്ങനെ
ശരിക്കും ഒറിജിനലി വിഷ്ണുവിന്റെ ഭാര്യ തന്നെയാണ് ഭൂമിദേവി. ഈ സമയത്ത് പക്ഷെ ഭൂമിദേവിക്കൊക്കെ അവിടെ എന്താണ് ശാപം, വൈകുണ്ഠത്തിൽ വെച്ചിട്ട് ഒരുപാട് ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി. അങ്ങനെ വരാഹദേവൻ വന്നിട്ട് ഭൂമിയെ വീണ്ടും ഉദ്ധരിച്ചു. അങ്ങനെ ഭൂമി ദേവിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഭൂമിദേവിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു പുത്രൻ ഉണ്ടാകുന്നുണ്ട്. ആ പുത്രൻ ആരായിരുന്നു? നരകാസുരൻ അല്ലെങ്കിൽ ഭൗമാസുരൻ എന്ന് പറയുന്നു ആ അസുരന്റെ പേര്. ആ ഭൗമാസുരൻ ഈ അസുരനുമായിട്ട് ഭൂമിദേവി ഒരുപാട് അസോസിയേഷനിൽ ഇരുന്നു. അസുരൻ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് ഈ ആസുരിക തമോ ഗുണത്തിന്റെ ഫലമായിട്ട് ഭഗവാൻ ഉണ്ടായതാണെങ്കിലും ആ പുത്രൻ എന്തായിട്ട് വന്നു? അസുരനായിട്ട് വന്നു. സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന് ഉണ്ടായ പുത്രൻ ആരായിട്ട് വന്നു? അസുരനായിട്ട് വന്നു. എന്നാൽ അസുരനായിട്ടുള്ള ഹിരണ്യകശിപുവിനുണ്ടായ പുത്രൻ പരമഭക്തനായിട്ടും പിറന്നു. ആ വൈരുദ്ധ്യം നോക്കി, അസോസിയേഷന്റെ ഇമ്പോർട്ടന്റ് നോക്കി. ഭഗവാൻ ഉണ്ടായതാണെങ്കിൽ പോലും നരകാസുരൻ എന്തായിട്ട് വന്നു? അസുരനായിട്ട് അസുരൻ. വന്നു. ആസുരിക തമോ ഗുണവുമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട്. എന്നാൽ നാരദമുനിയായിട്ടുള്ള ശുദ്ധസത്വത്തിൽ ഇരിക്കുന്ന നാരദമുനിയായിട്ടുള്ള അസോസിയേഷൻ കൊണ്ട് ഒരു അസുരന് പിറന്ന പ്രഹ്ലാദൻ എന്തായി മാറി? പരമഭക്തനായി മാറി. പരമഭക്തനായിട്ട് അങ്ങനെ ഈ പരമഭക്തനായിട്ട് മാറി. നരകാസുരനാണ്. ഈ നരകാസുരൻ വരം മേടിച്ചു. എന്താണ്? ഭഗവാനിൽ നിന്ന് സ്വന്തം അച്ഛന് അമ്മയുടെ അനുവാദത്തോടു കൂടി മാത്രമേ വധിക്കാനായിട്ട് സാധ്യമുള്ളൂ. സ്വന്തം അച്ഛൻ വധിച്ചാലേ വധിക്കാൻ പറ്റുള്ളൂ. സ്വന്തം അച്ഛൻ ആരെങ്കിലും മക്കളെ വധിക്കുവോ? അത് ഏതെങ്കിലും ഒരു അമ്മ മകനെ വധിക്കാനായിട്ട് പറയുവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ വഹിച്ചത്. ഭഗവാൻ തന്നെ വഹിച്ചത്. കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ അപ്പൊ തന്നെയല്ലേ വഹിച്ചത്. ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഇതിന്റെ സമയമായപ്പോഴത്തേന് ഗോപികമാരെ 16,000 പേരെ ഇദ്ദേഹം ഈ നരകാസുരനെ അപഹരിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവരെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ ചെന്നു. യുദ്ധം നടന്നു. ഭഗവാൻ അവിടെ കുറച്ച് ആക്ടിങ് ഒക്കെ നടത്തി. എന്താണ് ആക്ടിങ് നടത്തിയ? കൂടെ ആരാ പോയിരിക്കുന്നത്? സത്യഭാമ. സത്യഭാമ ആരാണ്? ഭൂമിദേവിയുടെ അവതാരമാണ് അല്ലെ? ഭൂമിദേവിയുടെ അവതാരമാണ് സത്യഭാമ. ഭഗവാൻ അവിടെ കുറെ ആക്ടിങ് ഒക്കെ നടത്തി. എന്താണ്? ഭഗവാൻ അങ്ങ് ക്ഷീണിച്ചിട്ടുള്ള നേരത്തെ ചില ഈ കഥകളിൽ സത്യഭാമയാണ് വധിച്ചതെന്നും പറയുന്നുണ്ട്. സത്യഭാമ പക്ഷെ ഭഗവാനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമായിരുന്നു, ഇവനെ ഇപ്പം വധിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഭഗവാൻ ഉടനെ അത് കേൾക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. കള്ളത്തര ഒരുപാടുള്ളതാണല്ലോ ഭഗവാൻ അല്ലെ? കേൾക്കാൻ നോക്കിയിരിക്കുന്നു. അപ്പോഴേ ഭഗവാൻ വധിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആ പിന്നീടാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ അനുവാദത്തോടു കൂടി നിന്റെ പുത്രനെ ഞാൻ ഇതാ വധിച്ചിരിക്കുന്നു. അപ്പോഴാണ് സത്യഭാമ മനസ്സിലാക്കുന്നത് തന്റെ പുത്രനാണല്ലോ എന്ന്. മനസ്സിലായില്ല? നിന്റെ അനുവാദത്തോടു കൂടി തന്നെ നിന്റെ പുത്രനെ ഞാൻ വധിച്ചിരിക്കുന്നു. അങ്ങനെ എന്താണ് അങ്ങനെ ഈ നരകാസുരൻ യാത്രയാകുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ഏത് രൂപത്തിൽ ഏത് അവതാരത്തിൽ വന്നാലും ഭഗവാൻ തന്നെയാണ്. ഒരു പന്നിയുടെ രൂപത്തിൽ വെച്ചിട്ട് പന്നിയെ പോലെ നികൃഷ്ടമാണ് എന്ന് മറ്റ് ചില സമ്പ്രദായക്കാരും അവരിവരൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഏത് രൂപത്തിൽ വന്നാലും ഭഗവാൻ തന്നെയാണ് അല്ലെ? ഒരു പന്നിയാണെന്ന് വെച്ചിട്ട് അയ്യേ പന്നിയുടെ രൂപത്തിൽ വന്നു, ഇതല്ല. ഭഗവാൻ തന്നെയാണ് അല്ലെ? ആ ഭഗവാന്റെ പൊട്ടൻസിക്ക് ഒരു കുറവും വരുന്നില്ല. ഏത് സാഹചര്യത്തില് ഏത് സമയത്ത് എന്താണെന്നും ഭഗവാൻ തീരുമാനിക്കും. നമ്മൾ ആരും പറയുന്ന രീതിയിലൊന്നും അല്ല അല്ലെ? ഭഗവാന്റെ അവതാരം ഭൂമിദേവി ഒരുപാട് കരഞ്ഞു, നിലവിളിച്ചു, ഭഗവാനെ വിളിച്ചു. ഭൂമിദേവി പറഞ്ഞോ ഈ പന്നിയുടെ രൂപത്തിൽ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്നില്ല. ഭഗവാൻ ആണ് തീരുമാനിക്കുന്നത് ഞാൻ ഇന്ന അവതാരത്തിൽ എടുക്കും. ദേവന്മാർ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് ഭഗവാൻ ഓടിങ് വരുവാണോ? അല്ല. ഭഗവാൻ ഇന്ന് അവതാരം എടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കും. അപ്പോഴാണ് വരുന്നത്. അടുത്ത 8ാമത്തെ ശ്ലോകം. നമ്മൾ 3ാമത്തെ അവതാരത്തെ പറ്റി പഠിക്കാൻ പോവാണ്. തൃതീയം ഋഷി സർഗം വൈ ദേവർഷിത്വ മുപേത്യ സാ തന്ത്രം സ്വാത്വത മാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാം. ഇതൊക്കെ നമ്മള് ഭഗവാന്റെ ഈ നമ്മൾ 6 തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ലീലാവതാരം, ഗുണാവതാരം, അങ്ങനെയൊക്കെയുള്ള 6 കാറ്റഗറിയുള്ള അവതാരങ്ങളെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലുള്ള ഓരോ കാറ്റഗറീസ് ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ തൃതീയം ഋഷി സർഗം വൈ ദേവർഷിത്വമുപേത്യ തന്ത്രം സാത്വത മാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാം. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി.
മാതാജി കാണുന്നില്ല, ഉറങ്ങിയോ എനിക്കറിയില്ല. ഏകാദശി ആയ കാരണം അറിയില്ല, എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരിക്കും കപ്പയൊക്കെ കഴിച്ചാറിന്. ഞാൻ അമ്മിയ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 8. തൃതീയം ഋഷിസർഗം വൈ ദേവർഷിതമുപേത്യ സാ തന്ത്രം സാത്വതാമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. തൃതീയം ഋഷിസർഗം ഋഷിത്വമുപേത്യ സ തന്ത്രം സ്വാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൃതീയം ഋഷിസർഗം ചാന്ന ഇതിലുള്ള തൃതീയ ഋഷിസർഗം വൈ എന്നാണ് ഇവിടെ. ഓക്കെ. തൃതീയം മൂന്നാമത്തെ, ഋഷി സർഗം ഋഷികളുടെ സഹസ്രവർഷം, വൈ നിശ്ചയമായും, ദേവർഷിതം ദേവന്മാരുടെ മധ്യേയുള്ള ഋഷി അവതാരം, ഉപേത്യ അംഗീകരിച്ച ശേഷം, സ അവൻ, തന്ത്രം വേദ വിശദീകരണങ്ങളിൽ, സാത്വതം പത്യുത സേവനത്തെ സവിശേഷമായി ഉദ്ദേശിച്ച ആചഷ്ട സംഭരിച്ചു, നൈഷ്കർമ്മ്യം കർമ്മഫലങ്ങൾ ഉളവാക്കാത്ത പ്രവൃത്തി, കർമ്മണാം കൃത്യത്തിന്റെ യഥാ അതിൽ നിന്നും. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് ചേച്ചി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. ഋഷിമാരുടെ സഹസ്രവർഷത്തിൽ ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയായ ദേവർഷി നാരദന്റെ രൂപത്തിൽ ഭഗവാൻ മൂന്നാമത്തെ അവതാരം എടുത്തു. ഭക്തിയുത സേവനത്തെയും നൈഷ്കർമ്മത്തെയും വിശദീകരിക്കുന്ന വേദതന്ത്രങ്ങളെ അദ്ദേഹം സംഭരിച്ചു. ഈ നാരദൻ എവിടെ നിന്നാണ് വന്നത്? നാരദൻ എവിടുന്നാ വന്നത്? ബ്രഹ്മാവിന്റെ മുഖത്തുനിന്നോ? ബ്രഹ്മാവിന്റെ മുഖത്തുനിന്നും പറയും, ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ്. മാനസപുത്രനാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ്. മനസ്സെന്ന് പറഞ്ഞ ഒരു അവയം ഇല്ലാത്ത കൊണ്ട് മുഖത്തുനിന്നായിരിക്കാം വന്നിരിക്കും. ഇവിടെ ഇതിന്റെ അകത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. അപ്പം മാനസപുത്രനാണ് ബ്രഹ്മദേവന്റെ, പക്ഷെ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നാണ് ഇത് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമുക്കറിയാം എന്ന് വെച്ചിട്ട് ഇത് ഭഗവാന്റെ അവതാരമാണല്ലേ. ബ്രഹ്മദേവനിൽ കൂടിയാ വന്നെന്ന് പറഞ്ഞാലും എന്താണ്, നാരദമുനി അതുകൊണ്ടാണ് സാധാരണ ഒരു വ്യക്തി അല്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ. ഭഗവാന്റെ അവതാരം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശക്തി ആവേശിച്ചിട്ടുള്ള അവതാരമാണ്. എല്ലാരും പറയുന്നത് കള്ളനാണ്, കള്ളത്തരം പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അല്ലേ. ഏഷണിക്കാരൻ. അപ്പം ഈ വരാഹ അവതാരം വന്ന എവിടുന്ന? ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നാണ് വരാഹം പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ബ്രഹ്മദേവനേക്കാളും ചെറുതാകുമോ? ഇല്ല. ബ്രഹ്മദേവന്റെ പുത്രനാകുമോ? ഇല്ല. വരാഹ അവതാരം എവിടുന്നാണ് ശിവൻ വന്നത്? രുദ്രൻ വന്നത് ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്ന്. ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്ന് ശിവൻ വന്നു എന്ന് വെച്ചിട്ട് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ പുത്രനല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ബ്രഹ്മപുത്രൻ എന്നുള്ള രീതിയിലൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ച് കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമനിയോഗോത്തമ പുരുഷന്റെ അധികാരപ്പെടുത്തപ്പെട്ട അവതാരമായ ശ്രേഷ്ഠ ഋഷി നാരദൻ പ്രപഞ്ചം മുഴുവൻ ഭക്തിയുത സേവനം പ്രചരിപ്പിച്ചു. സർവപ്രപഞ്ചത്തിലെ വിവിധ ഗ്രഹങ്ങളിലെ അഖില ജീവിവർഗങ്ങളിലെ സമസ്ത ഭഗവത് ഭക്തരും അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ശ്രീമദ് ഭഗവത്ഗീതാവായ ശ്രീല വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഭഗവാൻ ഭക്തിയുത സേവനത്തെ പ്രതിപാദിക്കുന്ന വേദ വിശദീകരണമായി നാരദ പഞ്ചരാത്രത്തിന്റെ കർത്താവ് ശ്രീ നാരദനാകുന്നു. കർമ്മഫല ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപ്തമാക്കാൻ ലൗകികരെ നാരദ പഞ്ചരാത്രം പരിശീലിപ്പിക്കുന്നു. സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കിയാൽ ഫലോദിഷ്ട കർമ്മങ്ങളിൽ ലൗകികർ അത്യന്തം ആകർഷിതരാകുന്നു. പ്രപഞ്ചം മുഴുവനും ലൗകികരമായ വിവിധ ജീവിവർഗങ്ങളാൽ പുരോഗമന വർഗങ്ങളാൽ പരിപൂരിതമാണ്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ എല്ലാവിധ സാമ്പത്തിക പദ്ധതിപ്പെടുന്നു. എന്നാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് പ്രകൃതി നിയമങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു.
മാത്രവുമല്ല കർമ്മത്തിൽ ഏർപ്പെടുന്നത് നല്ലതും ചീത്തയുമായ അത്തരം പ്രതിപ്രവർത്തനങ്ങളാൽ വലയം ചെയ്യപ്പെടുന്നു. സൽക്കർമ്മ ഫലങ്ങൾ ഭൗതിക ക്ഷേമവും ദുഷ്കർമ്മ ഫലങ്ങൾ ഭൗതിക ക്ലേശവും ഉണ്ടാക്കുന്നു. എന്നാൽ ക്ഷേമനും ക്ലേശം എന്നുമൊക്കെ അറിയപ്പെടുന്ന ഭൗതിക അർത്ഥം പരമമായി ദുരിതത്തെ മാത്രമാണ് വിവക്ഷിക്കുന്നത്. നിരുപാധികമായ അവസ്ഥയിൽ ശാശ്വത ആനന്ദം പ്രാപ്തമാക്കുന്നത് എങ്ങനെയെന്ന മൂഢരായ ഭൗതികവാദികൾക്കറിയില്ല. ആനന്ദത്തിന്റെ ഉണ്മ എപ്രകാരമാണ് അനുഭവസിദ്ധമാകുന്നതെന്ന് ഈ മൂഢമായ ഭൗതികവാദികൾക്ക് ശ്രീ നാരദൻ അറിവ് നൽകുന്നു. ലോകത്തിലെ രോഗഗ്രസ്തരായ വ്യക്തികൾക്ക് ആത്മീയ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം അദ്ദേഹം നൽകുന്നു. ഇത്തരം പാലുൽപ്പന്ന പദാർത്ഥ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന അധികരണത്തിന് പ്രതിവിധിയായി സംസ്കരിച്ച മറ്റൊരു പാലുൽപ്പന്നമായ തൈര് ഉപയോഗിക്കാൻ രോഗിയോട് വൈദ്യൻ ഉപദേശിക്കുന്നു. ആകയാൽ രോഗഹേതുവും രോഗപരിഹാരവും ഒന്നു തന്നെയാകാം. എന്നാൽ അതിനെ നാരദനെ പോലെയുള്ള വിദഗ്ധനായ ഒരു ചികിത്സകനെ കൊണ്ട് വേണം ചികിത്സിപ്പിക്കാൻ. ഒരാളുടെ കർമ്മഫലങ്ങളാൽ ഭഗവാനെ സേവിക്കണമെന്ന അതേ പ്രതിവിധിയാണ് ഭഗവത്ഗീതയും പ്രദാനം ചെയ്യുന്നത്. അത് നിശ്ചയമായി ഒരാളെ നൈഷ്കർമ്മ്യ പാതയിൽ അഥവാ മോക്ഷത്തിലേക്ക് നയിക്കും. ഹരേ കൃഷ്ണ. നമ്മളിവിടെ എത്രാമത്തെ അവതാരമാണ് കണ്ടത്? ഭഗവാന്റെ മൂന്നാമത്തെ, തൃതീയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയല്ലേ, മൂന്നാമത്തെ അവതാരം അല്ലെ. അങ്ങനെ ആ നാരദർ ആരാണ്? നാരായണനെ ഈ പറഞ്ഞു പാടിക്കൊണ്ട് നടക്കുന്ന ആളാണ് നാരദൻ അല്ലെ. നാരായണനെ എന്താണ് പുകഴ്ത്തിക്കൊണ്ടും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടും എപ്പോഴും സഞ്ചരിക്കുന്ന ആളെയാണ് നാരദർ എന്ന് പറയുന്നത്. നാരദർക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലം ഇല്ല, ഒരിടത്തും ഒരു പ്രത്യേക ഒരു ഇരിപ്പിടം ഉണ്ടോ? ഇല്ല. നാരദർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ എപ്പോ കയറി ചെല്ലാനും നാരദർക്ക് എന്താണ് ഇതൊന്നും വേണ്ട. പ്രത്യേകിച്ച് എന്താണ് ഒരു പെർമിഷനോ ഒരു വിസയോ ടിക്കറ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല അല്ലെ. എല്ലാ സ്ഥലത്തും പോകാനായിട്ട് പറ്റും അല്ലെ. പിന്നെ ഒരു സ്ഥലത്ത് നാരദർ ഇരിക്കാറില്ല. പിന്നെ നാരദർ പറയുന്നതെല്ലാം ഏഷണിയാണെന്ന് നമ്മൾ അല്ല ചിരഞ്ജീവി അല്ലേ പ്രഭു? ചിരഞ്ജീവി അല്ലേ? ചിരഞ്ജീവിയാണ് നാരദർ ചിരഞ്ജീവി അല്ലേ? അതെ അതെ. നാരദർ പറയുന്നതൊക്കെ തന്നെ എന്താണ് ഈ ഏഷണിയാണെന്ന് നമ്മൾ തോന്നിച്ചു കഴിഞ്ഞാലും അതെല്ലാം നാരദർ ഭഗവാന്റെ ഇച്ഛ എന്താണോ അതാണ് നാരദർ വന്ന് പറയുന്നത്. പിന്നെ നാരദർ മുഖാന്തരം ഒരുപാട് പേര് നാരദർ ഈ പറയുന്ന പരമ്പരയിൽ തന്നെ നാരദരുണ്ടല്ലേ. നമ്മുടെ വ്യാസദേവനും അതുപോലെ തന്നെ സുഖദേവ ഗോസ്വാമിയും ഒക്കെ നാരദന്റെ പരമ്പരയിൽ വന്നല്ലേ. ബ്രഹ്മദേവനിൽ നിന്ന് നാരദമുനി, നാരദമുനിൽ നിന്ന് വ്യാസദേവൻ, വ്യാസദേവനിൽ നിന്ന് സുഖ ബ്രഹ്മർഷി, അങ്ങനെയാണ് പരമ്പര പോരുന്നത് അല്ലെ. അപ്പം ഈ ആചാര്യ പരമ്പരയിൽപ്പെട്ടതാണ് പിന്നെ ഒരുപാട് പേരെ ഭക്തന്മാരാക്കി അല്ലെ. നമുക്ക് ആരുടെയൊക്കെ പേര്? മൃഗാരി, പിന്നെ ആരാണ്? പിന്നെ പാപരാജ്, പ്രഹ്ലാദൻ, ധ്രുവന്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ. നമുക്കിപ്പം അറിയാവുന്ന മൃഗാരി, പാപരാജ്, പ്രഹ്ലാദനെ, ധ്രുവനെ, അങ്ങനെ അങ്ങനെ അസംഖ്യം ഭക്തന്മാര് നാരദര് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുബേരന്റെ രണ്ട് മക്കള് ആരൊക്കെയായിരുന്നു? നളകുബേരനും മണിഗ്രീവനും നമ്മൾ ദാമോദര ലീലയുടെ സമയത്ത് കണ്ടാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ അസംഖ്യം ഭക്തരെ നാരദമുനി, അതുപോലെ തന്നെ വാത്മീകി മഹർഷി, കാട്ടാളനായിരുന്നു രത്നാകരൻ അല്ലെ. നാരദമുനിയുടെ ആ ഒരു ആഗമനത്തോടു കൂടി തന്നെയാണ് പരിവർത്തനം ഉണ്ടായത്. അങ്ങനെ എത്ര 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 പേരെ ഭഗവാന്റെ ശുദ്ധഭക്തരാക്കി മാറ്റിയ വ്യക്തിത്വമാണ് നാരദൻ. ഈ നാരദര് പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ജന്മങ്ങളൊക്കെ തന്നെ നാരദര് തുമ്പുരു എന്ന് പറയുന്ന ആ ഒരു ഗന്ധർവ യക്ഷൻ ആ ഒരു കാറ്റഗറിയിൽ നാരദര് അവിടെ നിന്നൊരു ശാപമൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട് നാരദരുടെ പാസ്റ്റ് ജന്മം. പിന്നെ നാരദർ എഴുതിയ ഒരു കൃതിയാണ് നാരദ പഞ്ചരാത്രം. ഈ നാരദ പഞ്ചരാത്രത്തിന്റെ വിധിയെ വെച്ചിട്ടാണ് നമ്മൾ ഈ ആൾട്ടറിലൊക്കെ പൂജ ചെയ്യുന്നത്. അങ്ങനെ പല ചിട്ടകളും ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. ഡയറ്റി വർഷിപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതും ഇസ്കോൺ ഫോളോ ചെയ്യുന്ന നാരദ പഞ്ചരാത്രം അനുസരിച്ചിട്ടുള്ള പൂജാവിധികളാണ്. അപ്പൊ അങ്ങനെ ഈ നാരദമുനിയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഒരു ദാസിപുത്രനായിരുന്നു കഴിഞ്ഞ ജന്മത്തില്. അതിനുശേഷമാണ് ഈ അദ്ദേഹത്തിന്റെ അമ്മ ഈ പറയുന്ന ഉച്ചിഷ്ടങ്ങളൊക്കെ ഈ മുനിമാർക്ക് ഒക്കെ സേവ ചെയ്യാണ്ടിരുന്ന് അങ്ങനെ ആ ഉച്ചിഷ്ടങ്ങളൊക്കെ സേവിച്ച് ഈ മഹാമഹാപ്രസാദം കഴിച്ച്, അതായത് ഈ ഋഷിമാരൊക്കെ കഴിച്ചതിന്റെ ഉച്ചിഷ്ടമൊക്കെ കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ അവർക്ക് സേവ ചെയ്ത് പാദസേവ ചെയ്ത് ആശ്രമമൊക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെ ആണ് നാരദർ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് ഉയർത്തപ്പെട്ടത്. ദാസിപുത്രനായിരുന്നു. അങ്ങനെ നാരദരുടെ അമ്മ കാരണം അങ്ങനെ നാരദമുനിക്ക് അവിടെ ആ ഋഷിമാരുടെ കൂടെ ആശ്രമത്തിൽ താമസിക്കാനുള്ള ആ ഒരു ഇതുണ്ടായി. അങ്ങനെ ദാസിപുത്രൻ പിന്നെ നാരദ മഹർഷിയായിട്ട് വന്നു അല്ലെ, ബ്രഹ്മർഷിയായിട്ട് മാറി. അപ്പൊ അങ്ങനെ നാരദരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരുപാടുണ്ട്. അപ്പം ഈ നാരദമുനി ഇങ്ങനെയാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാലും നാരദമുനി എന്താണ്, ഭക്തരെ പ്യുവർ ഭക്തരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈരുദ്ധ്യമാണെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ പാലിൻ കൊണ്ട് വയറ്റിലുണ്ടാകുന്ന അജീർണം മാറ്റാനായിട്ട് പാലുൽപ്പന്നമായ തൈര് ഉപയോഗിക്കുന്നത് പോലെ നമ്മൾക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ പ്രതിപ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന, നമ്മളിൽ ഉണ്ടാകുന്ന ഇതിനെ മാറ്റാനായിട്ട് ഈ നാരദരുടെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാരദരുടെ ഭക്തരുടെ ആ ശ്രേണിയിലുള്ളവരുടെ ഭക്തരുടെ അസോസിയേഷൻ അതിന് കാരണമാകും. നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയുടെ ഇതും കൊണ്ടുള്ള ഈ ഈ പറയുന്ന ഇത് ഒന്നുകിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ഉള്ള ഭഗവാന്റെ അവതാരമായിട്ടുള്ള നാരദമുനി അതിന് ഇടയാകും. നാരദമുനി കാരണം അതിന് നമുക്കൊക്കെ ഇടയാകുന്നു. അപ്പൊ അതിനൊരു രോഗപ്രതിവിധിയാണ് നാരദമുനിയുടെ ആഗമനവും നാരദമുനിയുടെ ശിഷ്യന്മാരുടെ അസോസിയേഷനും എല്ലാം തന്നെ ഒരു രോഗപ്രതിവിധിയാണ്. ഇനി ശ്ലോകം 9 കൂടെ ഉണ്ട് നമുക്ക് ഇന്ന് എടുക്കാനായിട്ട്. പെട്ടെന്ന് എഴുതി നമുക്ക് തീർക്കാം. തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണാവൃഷീം ഭൂത്വാത്മാവ ശമോപേത മകരോൽ ദുശ്ചരം തപഃ. തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണാവൃഷീം ഭൂത്വാത്മോപ ശമോപേത മകരോൽ ദുശ്ചരം തപഃ. പത്മമാതാജി. ഹരേ കൃഷ്ണ. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷി ഭൂതാത്മോപശമോവേദ മകരോ ദുശ്ചരം തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. 9 അല്ലേ പ്രഭു? 9 അല്ലേ? അതെ അതെ. തുര്യ ധർമ്മ കലാസർഗ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോ പേദ മകരോൽ ദുശ്ചരം തപഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീലപ്രഭ. തുര്യ ആ ശ്രേണിയിൽ നാലാമതായി ധർമ്മരാജാവിന്റെ പത്നി സർഗെ ജനിക്കയാൽ നരനാരായണൻ നരനെന്നും നാരായണനെന്നും പേരായ ഋഷിമാർ ഭൂത്വ സംഭവിക്കുന്ന ഉപദേശമ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഉപേദം നേട്ടത്തിനായി അകരോധ് പ്രതിജ്ഞ ചെയ്തു അല്ലെങ്കിൽ ഏറ്റെടുത്തു ദുശ്ചരം ഊർജ്ജസ്വലമായ തപസ്യ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. 4ാമത്തെ അവതാരത്തിൽ ഭഗവാൻ ധർമ്മരാജാവിന്റെ ഇരട്ടപുത്രന്മാരായി നരനും നാരായണനുമായി അവതാരമെടുത്തു. അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണത്തിനായി കഠിനവും അനുകരണാർഹവുമായ തപസ്യകൾ അനുഷ്ഠിച്ചു. ഞാൻ അമ്പിയ മാതാജി. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാനവരുടെ ഏക കർത്തവ്യമായ അതീന്ദ്രിയ സാക്ഷാത്കാര തപസ്യയെ സ്വമേധയാ അംഗീകരിക്കണമെന്ന് ഋഷഭരാജൻ അദ്ദേഹത്തിന്റെ പുത്രന്മാരോട് ഉപദേശിച്ചു. നമ്മെ അഭ്യസിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിൽ മാതൃകാപരമായ രീതിയിലാണ് ഭഗവാൻ സ്വയം അപ്രകാരം പ്രവർത്തിച്ചു കാണിച്ചത്. ഭഗവാൻ വിസ്മൃതാത്മാക്കളോട് അതീവ കരുണയുള്ളവനാണ്. ആകയാൽ ഭഗവാൻ സ്വയം അവതരിക്കുകയും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വ്യക്താത്മാക്കളെ ഭഗവത് ധാമത്തിലേക്ക് മടക്കി വിളിക്കാനായി അദ്ദേഹത്തിന്റെ സൽപുത്രരെ പ്രതിനിധികളാക്കി അയക്കുകയും ചെയ്തു. ഈ അയോയുഗത്തിലെ പതിതാത്മാക്കളോടുള്ള സവിശേഷ കാരുണ്യം പ്രകടമാക്കാനായി സമീപകാലത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. ഹിമാലയ പർവ്വതനിരകളിലെ ബദരീനാരായണനെ ഇപ്പോഴും ജനങ്ങൾ ആരാധിക്കുന്നു. കൃഷ്ണ. അപ്പൊ ഇവിടെ 4ാമത്തെ അവതാരമാണ് പറഞ്ഞത് നരനാരായണ ഋഷി. നരനും നാരായണനും അല്ലെ. നരനാരായിരുന്നു അർജുനൻ അല്ലെ. നാരായണൻ ഭഗവാൻ അല്ലെ. ഇവിടെ ഒരുപാട് ജന്മങ്ങൾ ഒരുമിച്ച് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനകത്ത് ഒരുപാട് അസംഖ്യം ജന്മങ്ങൾ, ഞാനും നീയും അസംഖ്യം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. നിനക്കത് ഓർമ്മയില്ല, എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അതിലെ ഒരു അവതാരം നരനാരായണ ഋഷികൾ. അവരെവിടെ ഇരുന്നാണ് തപസ് ചെയ്യുന്നത്? ഇപ്പോഴും നരനാരായണ ഋഷി ബദരിക് ആശ്രമത്തിൽ ഇപ്പോഴും ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ പോയിട്ടുള്ളവരൊക്കെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. അന്നേരം അതിനകത്ത് ഇരിക്കുന്നത് ഉത്തവര്, നരനാരായണന്,
പിന്നെ ഭഗവാന് പാണ്ഡവര് താഴെ വെള്ളത്തിലായിരിക്കുന്നത്. പാണ്ഡവരില്ല. പാണ്ഡവരൊക്കെ പാണ്ഡവരെ പിന്നെ നമ്മുടെ പാണ്ഡവരതിനകത്തില്ല. ഇദ്ദേഹം ഉണ്ട്, ആരാ? അജാമിളൻ ഗരുഡൻ തപസ് ചെയ്ത സ്ഥലം. ഗരുഡനുണ്ട് ഗരുഡനുണ്ട് ഗരുഡൻ. ആ ഒരുപാട് പേരില്ല പ്രഭു, ഞാൻ കണ്ടതല്ലേ. പക്ഷെ അങ്ങോട്ടെങ്ങാനും മാറിയില്ല. പക്ഷെ വേറെ ഇതിനകത്ത് മാറിയായിരിക്കാം മാതാജി, ഞാൻ മുറിക്കകത്ത് പോയിട്ടില്ലാത്തതാണ്, ഇത്ര എനിക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പൊ ആ അങ്ങനെ ആ അപ്പൊ അങ്ങനെ ഈ നരനാരായണ ഋഷികള് നമുക്കറിയാം, അദ്ദേഹം പിന്നെ മകളായിട്ട് ഒരു അപ്സരസ് ഉണ്ടായി. ആരായിരുന്നു? ഉർവശി. ഉർവശി. അദ്ദേഹത്തിന് തൊട പിളർന്ന് ഊര് പിളർന്ന് ഉണ്ടായതുകൊണ്ട് ഉർവശിയായിട്ട് അല്ലെ. സഹസ്ര കവചനെ അദ്ദേഹമാണ് വധിച്ചത് അല്ലെ. 999 കവചങ്ങള്, 1000 കവചമുള്ള സഹസ്ര കവചന് 999 കവചങ്ങൾ മുറിച്ചു. ആ ഒരു കവചമായിട്ട് അവരെ അദ്ദേഹത്തിനെ വീണ്ടും ജനിക്കാനായിട്ട് വിട്ടു. അങ്ങനെ ഒരു കവചമായിട്ട് സൂര്യപുത്രനായ കർണനായിട്ട് കുന്തി ദേവിക്ക് പിറന്നു. അങ്ങനെ ഇവര് തന്നെ പിന്നെ കൃഷ്ണനും അർജുനനായിട്ട് വീണ്ടും അവതരിച്ച് എന്ത് ചെയ്തു? കർണനെ വധിക്കാനായിട്ട് ഇടയായി. അപ്പം അതെല്ലാം നമ്മൾ കണ്ടു അല്ലെ. അങ്ങനെ ഈ ഇന്ദ്രൻ ഇവരുടെ തപസ് മുടക്കാനായിട്ട് രംഭ, മേനക, തിലോത്തമ ഇവരൊക്കെ വിട്ട് അവർ ഡാൻസ് കളിച്ചപ്പോൾ എന്ത് ചെയ്തു? നരനാരായണ ഋഷിമാര് എന്ത് ചെയ്തു? വളരെ സൗമ്യമായിട്ട് അവരോട് പറഞ്ഞു, അല്ലയോ ദേവിമാരെ, നിങ്ങള് ഇങ്ങോട്ടേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോ അവര് നോക്കി കഴിഞ്ഞപ്പോ അവരെല്ലാം ജാള്യതയായിട്ട് അവര് ലജ്ജിച്ച് തല കുനിച്ചു നിന്നു. കാര്യം എന്താണ്? നരനാരായണ ഋഷിമാരുടെ ശരീരത്ത് അതിസുന്ദരികളായിട്ടുള്ള യുവതികൾ ഓടി നടക്കുന്നു അവരുടെ ശരീരത്തിൽ കൂടെ. അങ്ങനെയുള്ള അവർക്ക് ഈ വളരെ ലോ കാറ്റഗറി ഉള്ള ഈ സുന്ദരിമാരെന്ന് പറയുമെങ്കിലും ഈ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടി ഓടി നടക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ്? നാണിച്ചൊളിച്ചിരിക്കും അല്ലെ, ഈ അപ്സര സ്ത്രീകള്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതെല്ലാം പരിഹരിച്ചാണ്, ഇന്ദ്രിയ നിഗ്രഹണം പൂർണ്ണമായിട്ട് നടത്തിയ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ ചാട്ടം ചാടി നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് തൊടക്കിട്ട് ഒറ്റ അടി അടിച്ചിട്ട് തൊട ഇങ്ങനെ പിളർന്നിട്ട് അതിൽ നിന്ന് ദേ പുറത്തെടുത്തു കൊടുത്തു. ദാ ഇന്നാ പിടിച്ചോ, ഇതിനെ കൊണ്ടേ നിങ്ങളുടെ ഇന്ദ്രന് കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്ത ആളാണ് ഉർവശി. ഊര് പിളർന്ന് വന്നുള്ള ഉർവശി. അങ്ങനെ അങ്ങനെ ഉർവശി ഇന്ദ്രന്റെ സദസ്സിലെ മെയിൻ നർത്തകിയായി മാറി. അതുപോലെ ഇന്ദ്രന്റെ ഭാര്യയായി. അതുപോലെ അങ്ങനെ ആരെയാ അടിച്ചത്? ആരെയാ പ്രഭു? തൊടക്കിട്ടടിച്ചു. ആരുടെ? അവിടെ തന്നെയോ? അവിടെ തന്നെ. നരനാരായണ ഋഷികള് അവരുടെ തൊടക്കിട്ട് തന്നെ ആ തൊട പിളർന്നിട്ടാണ് ഉർവശി വന്നത്. അവര് രണ്ടുപേരില്ലേ പ്രഭു? ഭഗവാന്റെ അതിലെ ആയിരിക്കും. ഭഗവാന്റെ. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ വ്യത്യാസം നമുക്ക് പറയാൻ പറ്റത്തില്ല മാതാജി. നമ്മൾ നര ഋഷി നാരായണ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. നരനാരായണ ഋഷികൾ എന്നുള്ള ഒറ്റ ഇതിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ അതിനെ വ്യത്യസ്തമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഇതേ ഇന്ദ്രന്റെ മകനാണ് അർജുനൻ. ഇത് ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദ്രന്റെ അടുക്കൽ നിന്ന് കുറെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ടൊക്കെ ആയിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനെ കൊണ്ട് എന്തൊരു ജീവാത്മാവിനെ കൊണ്ട് ദേവലോകത്തിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. അർജുനന് അതിനുള്ള കഴിവുകളൊക്കെ സിദ്ധിച്ചിട്ടുമുണ്ട്. പിന്നെ ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ദേവലോകത്തെത്തി അവിടെ താമസിപ്പിക്കുന്ന കുറെ നാള്. അങ്ങനെ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഉർവശിക്ക് അർജുനനോട് എന്താണ് ഒരു സ്നേഹം തോന്നി, പ്രേമം തോന്നി. പക്ഷെ അർജുനൻ നിരസിച്ചു. കാര്യം എന്താണ്? സ്വന്തം പിതാവിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാര്യ പോലെ ഉള്ള ആളായതുകൊണ്ട് മാതാവിന്റെ സമാനമാണ് അല്ലെ. അങ്ങനെ അർജുനൻ നിരസിച്ചു. അതുപോലെ തന്നെ അർജുനന്റെ കഴിഞ്ഞ ജന്മത്തിലെ മകളുമാണ് അല്ലെ. നരനാരായണ ഋഷിയിൽ ഋഷിയല്ല, നരഋഷിയുടെ മകളുടെ സ്ഥാനത്താണ് ഉർവശി. അപ്പൊ ഒരേ സമയത്ത് മകളുമാണ്, ഒരേ സമയത്ത് അമ്മയുമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഉർവശി എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഭാര്യയാകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ അല്ലെ. നോക്കി 3 വൈരുദ്ധ്യങ്ങൾ ഒരുപോലെ വന്നു. അങ്ങനെ അർജുനൻ അത് നിരസിച്ചു കഴിഞ്ഞപ്പോൾ അർജുനന് ശാപം കൊടുത്തു. ഭഗവാൻ ഉർവശിയുടെ അടുക്കൽ നിന്ന് ഒരു ശാപം മേടിപ്പിക്കുക എന്നായിരുന്നു ഭഗവാന്റെ ഇച്ഛ. അപ്പൊ ഉർവശി ഒരു ശാപം കൊടുത്തു. നീ എന്താണ്? ആണും പെണ്ണും കെട്ടവനായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അതെ, അതിസുന്ദരിയായ ഞാൻ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് നീ ഒരു ഷണ്ടനായി പോകട്ടെ, അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവനായി പോകട്ടെ എന്ന് ശാപം കൊടുത്തു. എന്നിട്ട് ആ ശാപത്തിന് കാലയളവ് കൊടുത്തു അല്ലെ. അത് നിനക്കത് ഇച്ഛയുള്ള സമയത്ത് ആ കാലയളവ് 1 വർഷം നീ അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ശാപമോക്ഷം കൊടുത്തു അല്ലെ. ആ
ഐച്ഛയുള്ള അത് എപ്പോഴാണ് ഏത് സമയത്താണ് ഇത് ഉപകരിച്ച് ഉർവശി ശാപം ഉപകാരമായി വന്നത്? അജ്ഞാതവാസ കാലത്ത് എന്ത് ചെയ്തു? ഈ ഒരു ശാപം അർജുനനിൽ നിന്ന് സുമേധയാ ഏറ്റെടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ബൃഹന്തളയായിട്ട് മാറി. വിരാട രാജാവിന്റെ കൊട്ടാരത്തില് എന്ത് ചെയ്തു? ഉത്തരയെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ബൃഹന്തള എന്ന എന്താണ് ഒരു നപുംസക സ്ത്രീയായിട്ട് അവിടെ അർജുനൻ മാറി. മനസ്സിലായില്ല? അങ്ങനെ ഒളിവിൽ താമസിച്ചു അവിടെ അല്ലെ. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഈ നരനാരായണ ഋഷികള് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നരനാരായണ ഋഷികളുടെ സംവാദം, അവര് പറഞ്ഞ കുറെ തീസിസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഇതിനകത്ത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ശ്രീല പ്രഭുപാദര്. അതുകൊണ്ട് നമുക്ക് മൊത്തം ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. നരനാരായണ ഋഷികളുടെ ടോപ്പിക്ക്, അവരെ പറ്റിയുള്ള ഒരുപാട് കഥകള്, അവരുടെ പാസ്റ്റ് ടൈംസ് ഒക്കെ ഒരുപാടുണ്ട്. നമുക്കിപ്പോ അറിയാവുന്നത് ഈ പറയുന്ന, എനിക്കറിയാവുന്നത് എന്താ ഉള്ളത്, നമ്മുടെ ഇത് എന്നാ പറയുന്ന ഈ സഹസ്ര കവചനെ വധിക്കുന്ന ആ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇന്നത്തെ അവസാനിച്ചു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ 4 അവതാരങ്ങളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ആദ്യത്തെ അവതാരം സനകാദികള്, രണ്ടാമത്തെ അവതാരം വരാഹം വരാഹ ഭഗവാൻ, മൂന്നാമത്തെ അവതാരം നാരദര്, നാലാമത്തെ അവതാരം നരനാരായണൻ. നരനാരായണ അങ്ങനെ ഋഷികൾ. 4 അവതാരത്തെ കുറിച്ച് ഋഷികള് അപ്പൊ അതിന് പഠിപ്പിച്ചത്. അടുത്ത ദിവസം ഇനി മറന്നു ഭഗവാന്റെ പോയേക്കരുത് മാതാജി അവതാരങ്ങൾ കേട്ടോ. ഈ ഓർഡർ മറന്നു പോയേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ മതി. വളരെ ഇഷ്ടം. എന്ത് വേറെ ചെയ്യും, വലിയ ആർക്കെങ്കിലും എന്തെങ്കിലും മറവിയായി. പറയാനായിട്ടുണ്ടോ? ഈ പദ്യം തന്നെ ഉണ്ട്. ഞാൻ അതിനുവേണ്ടി ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം മേടിച്ച് കൊണ്ടു നടക്കുക ഇങ്ങനെ കയ്യിൽ, ഈ പദ്യം പഠിക്കാനായിട്ട്. ഗുരുവായൂരിന് മേടിച്ചത്. പദ്യമോ ഇതാകുമ്പോ അതോ മറ്റേതുപോലല്ലോ. ഭാഗവതം പഠിക്കാനോ? അല്ല ആ പ്രഭു, ഈ പദ്യങ്ങൾ പഠിക്കാൻ. ഈ ഭഗവത്ഗീത. ഇതിനകത്ത് പദ്യം പഠിക്കണ്ടേ? ഈ ഭക്തിശാസ്ത്രിയില് ഉം, ഉം. ശ്ലോകങ്ങൾ പദ്യങ്ങൾ പഠിക്കണം കാണാതെ അല്ലെ? പഠിക്കുന്നു. ശ്ലോകങ്ങൾ ഇല്ല, കാണാൻ പഠിക്കണം ഈ അല്ലെ? ഭക്തിശാസ്ത്രിയാണ് ഇപ്പൊ ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. തിരുവല്ലയിലെ ഹരിചരത്തല്ലേ കുഴപ്പം അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോഴുണ്ടല്ലോ പറയുക, ഈ 2 പരീക്ഷ കഴിഞ്ഞു പദ്യത്തിന്റെ. അവര് സാധാരണഗതിയിൽ പുള്ളി പറയുവാണ്, നമ്മൾ കണ്ണടച്ച് പദ്യം ചൊല്ലി അയച്ചു കൊടുക്കണം, ഫോട്ടോ സഹിതം കണ്ണടച്ച് ചൊല്ലണം. മറ്റേത് അവരിങ്ങനെ കണ്ണടച്ച് ചൊല്ലണം. അത് മായാപ്പൂർ അങ്ങനെയാണെന്ന്, കണ്ണടച്ചാണ് ചൊല്ലിക്കുന്നത്. അപ്പൊ അത് പുള്ളി അങ്ങനെ. അപ്പൊ ഇത് ഞാൻ പഠിച്ചു നടക്ക 10 ഇപ്പൊ ഈ ഇദ്ദേഹം പഠിപ്പിക്കുന്ന 3-ാമത്തെ ഭാഗമാണ്, 3-ാമത്തെ യൂണിറ്റാ. അതിനകത്ത് 10 ശ്ലോകം പഠിക്കണം. രണ്ടാമത്തെ 14 അത് പഠിച്ചു. ഈ 10 ശ്ലോകം പഠിക്കണം. നീ ഏതാ ചോദിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. 4-5 ശ്ലോകം ചോദിക്കും. അത് ഈ പറഞ്ഞ പോലാണ്. അതുപോലെ പരീക്ഷയുണ്ട്. ഇപ്പൊ 17-ാമത്തെ അധ്യായമാണ് പഠിപ്പിക്കുന്നത്. ഒരധ്യായം കൂടെ കഴിയുമ്പം അത് തീരും. വളരെ പരീക്ഷയായി, അധ്യായം ഇതുമായി. പിന്നെ ബാക്കി 3 കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നത്. പിന്നെ ഈശോവാസി ഉപനിഷത്ത്, പിന്നെ ഭക്തി രസാമൃത സിന്ധു, പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഒരു വർഷം കൂടെ, കൃഷ്ണ, ഞാൻ ഒരു ആലോചിക്കാം, വിഷയം കൂടെ. ഭക്തിരഥാമൃതത്തിന്റെ ഒരു പേജ് വായിച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാനിങ്ങനെ അത് വായിക്കാൻ എടുക്കുന്നത് എടുത്തടിച്ച പോലെ ഉറക്കം വരും. ഉദാരകീർത്തി പ്രഭുവാ പഠിപ്പിക്കാൻ പോണത്. അല്ല, ഞാൻ പറയാം, ഞാൻ അതൊന്ന് വായിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു പേജ് എന്നെ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയില്ല. അത് ഉറക്കം തൂങ്ങി ഇങ്ങനെ വീഴുക, അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. പഠിക്കാം. പിന്നെ അല്ല, ഇപ്പൊ അല്ല, ഇവരെ പറയുന്നതിന് ഭക്തിരസാമൃത സിന്ധു കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടായിട്ടല്ല. എനിക്ക് ഉറക്കം ഞാനത് കാരണം ഉറക്കം യൂട്യൂബിൽ ഏതെങ്കിലും ലെക്ചർ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏത് ബുക്ക് എടുത്താലും ഞാൻ അല്ലെ മൊബൈലിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഇപ്പൊ ഭഗവാനെ പറ്റി നല്ലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് മുഴുവൻ വായിച്ചു തീർക്കാൻ അതിന് മുന്നേ കണ്ണടഞ്ഞു പോകും. അങ്ങനെ ഒരു ഉറക്കം ഉണ്ടല്ലോ. എനിക്ക് ഉറക്കവും ഇല്ലല്ലോ. രാത്രി കിടക്കുമ്പോ ഉറക്കമില്ല, അല്ലാത്തപ്പോ ഉറക്കം തോന്നും. അത് തന്നെ മാതാജി കിടക്കുമ്പോ പറഞ്ഞത് ശരിയാ. ഏതൊരു ബുക്ക് എടുക്കുവോ അല്ലെങ്കിൽ മൊബൈലിൽ ഒരു വാട്സപ്പിൽ ഒരു ഭഗവാൻ ഒരുപാട് വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ മുഴുവനും ഭഗവാനെ പറ്റിയുള്ള കഥകളാണ്. അതൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാ. പക്ഷെ ഞാനത് ഫസ്റ്റ് ഓഫ് ഓൾ വായിച്ചു നോക്കിയിട്ട് അത് പറ്റുന്നതാണെങ്കിലേ പറ്റുള്ളൂ. ചിലത് നമ്മളെ കൊണ്ട് വൈരുദ്ധ്യപറ്റി ഉണ്ടാക്കും ചില മെസ്സേജുകൾ. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് വേണ്ടേ ഇടാനായിട്ട്. അതുകൊണ്ട് അത് നോക്കാനായിട്ട് തുടങ്ങുമ്പോ ഓഫീസിലാണെങ്കിലും ഇങ്ങനെ അങ്ങ് ഉറങ്ങും. അതുകൊണ്ട്
ഞാൻ കിടക്കുമ്പോണ്ടല്ലോ ചുമ്മാ കണ്ണടച്ച് കിടക്കുക, ഉറക്കം വരത്തില്ല. എന്തൊരു ദുരിതമാണെന്നറിയോ? സിട്രിസൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മേടിച്ചു സിട്രിസൺ. നിദ്രാദേവി ഭയങ്കരമായിട്ട് എന്നെ കടാക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യും, ബുക്ക് വായിക്കാന്നുള്ള ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങും. അയ്യോ, ഞാൻ ഹരേ കൃഷ്ണ. കിടക്കുമ്പോ അവരെ പ്രാർത്ഥിച്ചോണ്ടാ കിടക്കുന്നത് ഉറക്കം വരണേന്ന്. പക്ഷെ കുറെ നേരം ഒത്തിരി എനിക്കൊരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഉറങ്ങും. കുംഭകർണൻ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് നിദ്രാദേവി പറഞ്ഞു വിട്ടെന്നാ തോന്നുന്നത്. അത് കാരണം എനിക്ക് വെളുപ്പിനെ ഒന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല പ്രഭു. കാരണം വെളുപ്പിനെയാ ഉറക്കം വരുന്നത്. എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ. എന്നോട് ഞാൻ അടിയന്തര പക്ഷെ പ്രഭു വെളുപ്പിനെ ചോദിച്ചു എണീക്കുന്നുണ്ട്. ഞാൻ അല്ല 3:45 എണീക്കും. വെളുപ്പിനെ 3:45 എന്നോട് എണീക്കും. അടിയന്തര പ്രഭു ചോദിച്ചു എന്താ വെളുപ്പിന്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രഭു എനിക്ക് ഉറക്കം ശരിയാകുന്നില്ല, എനിക്ക് വെളുപ്പിനെയാ ഉറക്കം വരുന്നെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വെളുപ്പിനെയാ ഉറക്കം, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. 4 മണിക്ക് 3:30ക്കും ഒക്കെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കുറച്ച് ഗുളിക കഴിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആവും പറ്റുന്നില്ല. ഞാൻ നാമമൊക്കെ ജപിക്കുന്നുണ്ട് പ്രഭു, പക്ഷെ വെളുപ്പിനെ അല്ല എന്നുള്ളത് സത്യം പറഞ്ഞതിന് നന്ദിയെന്നും പറഞ്ഞു. ഹരേ കൃഷ്ണ. ഭഗവാനെ ഉം. ലോഞ്ചകൽപതരുപുശ്ച കൃപാസന്ധി പ്രധാന അനന്തകോടി വർഷം ഹരേ കൃഷ്ണ. ശ്രീ കൃഷ്ണ പ്രഭു.